BJP ക്യാമ്പിൽ ആകെ ഉണർവാണ്. ഇന്നൊരു വലിയ ഉത്സവ പ്രതീതിയിലാണ്. സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും സ്ഥാനാരോഹണത്തിനായി സത്യപ്രതിജ്ഞാ ചടങ്ങിനായി കേരളം തന്നെ ഒരുങ്ങിയിരിക്കുന്നു. തെരുവുകളിൽ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂരിലൊക്കെ നൃത്തം വെച്ചുകൊണ്ട് വനിതാ, അതായത് ഈ പറയുന്ന മഹിളാ മോർച്ചയുടെ ആളുകളെയാണ് കൂടുതലായും തെരുവുകളിലേക്ക് കാണുന്നത്. സ്ത്രീകളാണ്. അതായത് ഒരു ഡിവിഷൻ, പൂങ്കുന്നം ഡിവിഷൻ മുഴുവൻ ആദ്യമേ നിരത്തിലേക്ക് ഇറങ്ങിയത് തൃശ്ശൂരിലെ പൂങ്കുന്നം ഡിവിഷനാണ്. അവിടെ ഒട്ടുമിക്ക ബൂത്തുകളിലും വൻ ലീഡാണ്. അതായത് ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും വോട്ട് ചേർത്ത് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ലീഡ് പോയ ബൂത്തുകളാണ്. അപ്പോൾ വലിയ ആവേശത്തിലേക്കാണ് അവിടെ പോകുന്നത്. നമ്മൾ കാണുന്നത് പൂങ്കുന്നത്തെ സ്ത്രീകളാണ്. അവരെല്ലാവരും സംഘമായി തന്നെ വേഷവിധാനങ്ങളൊക്കെ ഒരേപോലെയൊക്കെ ആക്കി വളരെ നേരത്തെ തന്നെ ആഘോഷം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സുരേഷ് ഏട്ടൻ മന്ത്രിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സന്തോഷ പ്രകടനം. അതായത് വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ തുടങ്ങിയതാണ് ആഘോഷം. ഇപ്പോഴും തൃശ്ശൂരിൽ തീർന്നിട്ടില്ല. ആദ്യം പോകുന്നില്ല എന്നുള്ള കേൾക്കുന്നു. രാവിലത്തെ ഫ്ലൈറ്റിൽ പോകുന്നില്ല, എന്നെ വിളിച്ചു എന്ന് അറിയിക്കുന്നു, പിന്നെ പോകുന്നു. മാത്രമല്ല 12 മണിക്ക് പിന്നെ സീറ്റ് ഉണ്ടായിരുന്നില്ല, ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാർട്ടർ ചെയ്യാൻ ശ്രമിച്ചു. ബാംഗ്ലൂർക്ക് പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ചാർട്ടർ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഏതായാലും അത് പിന്നെ നല്ല സസ്പെൻസോടുകൂടിയാണെങ്കിൽ കൂടിയും മലയാളികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സന്തോഷകരമായ വാർത്തയാണ്. തൃശ്ശൂരിൽ മത്സരിച്ച് വിജയിച്ചാൽ കേന്ദ്രമന്ത്രി ആണ് എന്ന വാക്ക് BJP പാലിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിനൊരു ക്യാബിനറ്റ് മന്ത്രിയെ കിട്ടുന്നു, അതേപോലെ തന്നെ മറ്റൊരു സഹമന്ത്രിയെ കൂടി കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ, ഇതോടൊപ്പം പറഞ്ഞു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മന്ത്രിസ്ഥാനം ലഭിക്കാത്ത രണ്ടുപേർ കൂടിയുണ്ട്. ഒന്ന് രാജീവ് ചന്ദ്രശേഖരും, ഒന്ന് V. മുരളീധരനും. കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന, കേരളത്തിൽ താല്പര്യമുണ്ടായിരുന്ന 2 മന്ത്രിമാർ. ആ 2 മന്ത്രിമാർക്ക് ഇത്തവണ സ്ഥാനമില്ലെന്ന് മാത്രമല്ല മുരളീധരന്റെ കാലാവധി അവസാനിക്കുന്നു. കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മറ്റു ചില മന്ത്രിമാർക്കും ഇത്തവണ ക്ഷണമില്ല. അതിലൊരാൾ അനുരാഗ് ഠാക്കൂറാണ്. ഹിമാചൽ പ്രദേശിൽ നിന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, ഹമീർപൂരിൽ നിന്ന്. പക്ഷേ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കുള്ള ക്ഷണമില്ല. രാജീവ് ചന്ദ്രശേഖരന് പക്ഷേ സാധ്യതകളുണ്ടെന്ന് അവസാന ലിസ്റ്റിലില്ല. കാരണം അത്രയും പൊരുതിയിരുന്നല്ലോ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, V. മുരളീധരൻ, അനുരാഗ് ഠാക്കൂർ, അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ട സ്മൃതി ഇറാനി തുടങ്ങിയവർക്ക് ക്ഷണമില്ല. മാത്രവുമല്ല, ക്ഷണമില്ലാത്ത മറ്റൊരു കൂട്ടത്തിൽ നമ്മുടെ പുരുഷോത്തം രൂപാലയുണ്ട്, നാരായൺ റാണയുണ്ട്. പുരുഷോത്തം രൂപാല വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടല്ലോ, രാജ്പുട്ട്. അതുകൊണ്ട് തന്നെ പുരുഷോത്തം രൂപാലയും ക്ഷണിച്ചിട്ടില്ല. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായിരുന്നേ, ഇപ്പോൾ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യത്തിനകത്താണെങ്കിലും V. മുരളീധരന്റെ കാര്യത്തിനകത്താണെങ്കിലും BJP വലിയൊരു നീതി കാണിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ പിന്നെ V. മുരളീധരനെ മുംബൈയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് മന്ത്രിയാക്കുന്നു. അത് എത്ര കാലമാണ്? ദീർഘകാലം മന്ത്രിയായിരുന്നു, 4-5 വർഷം മന്ത്രിയായിരുന്ന ആളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു പെർഫോമിംഗ് മിനിസ്റ്റർ ആയിരുന്നു. കർണാടകയിൽ നിന്ന് അദ്ദേഹം രാജ്യസഭയിലേക്ക് എത്തുന്നു, അദ്ദേഹത്തെ ഇൻഡക്ട് ചെയ്യുന്നു. അതും അദ്ദേഹത്തിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പ് കൊടുക്കുന്നു, IT വകുപ്പ് കൊടുക്കുന്നു. ആ വകുപ്പിൽ അദ്ദേഹം ഞാനൊരു കാര്യം പറയട്ടെ. അതായത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയായിരുന്നെങ്കിൽ, വെറും നിസ്സാര വോട്ടുകൾക്കാണ് വിജയം കൈവിട്ടു പോയത്. ജയിക്കുകയായിരുന്നെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്ററായി ആദ്യം കേരളത്തിൽ നിന്ന് ഉൾപ്പെടുക. IT വകുപ്പ് അദ്ദേഹത്തിനായി നീക്കി വെച്ചിരിക്കുകയായിരുന്നു. അത് വലിയൊരു നഷ്ടമുണ്ട്. യഥാർത്ഥത്തിൽ മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ. പക്ഷേ നരേന്ദ്രമോദി നേരിട്ട് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നല്ല ഫൈറ്റ് കൊടുത്തു. ശശി തരൂരുമായി മത്സരിക്കുകയും വലിയ ഗംഭീരമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നത് ഇവിടെ സാധ്യത കുറവാണ് എന്ന് കരുതിയിട്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു വന്നിരുന്നുവെങ്കിൽ സീറ്റിൽ BJP ജയിച്ചു കർണാടകത്തിൽ. അതെ. അപ്പോ ഒഴിവാക്കപ്പെട്ടവരുമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ എക്സ്പാൻഷൻ വരും. 87 സീറ്റുകൾ വരെ പോകാമെന്നാണ് അല്ലേ? എനിക്കൊന്നും നിലവിലുള്ള കണക്കനുസരിച്ച് 15% വരെ ആകാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ 88, 82 വരെ പോകാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് പ്രാവശ്യം പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും BJPയുടെ കയ്യിൽ തന്നെയായിരിക്കും. ബിഗ് 4 എന്തായാലും BJPയുടെ കയ്യിൽ. അത് ഉറപ്പല്ലേ? കാരണം ചിലപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ് ആണെങ്കിലും, ഫിനാൻസ് ആണെങ്കിലും, ഹോം ആണെങ്കിലും, ഡിഫൻസ് ആണെങ്കിലും BJP കോംപ്രമൈസ് സെയിം മന്ത്രിമാർ തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ ഒരു ചർച്ച നടക്കുന്നത് ഒരു പക്ഷേ അമിത്ഷാ ധനമന്ത്രി കൈകാര്യം ചെയ്തേക്കാം എന്നാണ്. അതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആ സമയത്ത് ഡൽഹിയിൽ നിന്ന് രൂപപ്പെട്ടൊരു ഗോസിപ്പ് എന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ ഭിന്നിപ്പിക്കുന്നതിലും അവരെ ഇപ്പോഴത്തെ മറുകണ്ഠം ചാടിക്കുന്നതിലും ഒക്കെ ഒരു റോൾ വഹിച്ചിട്ടുള്ളത് പ്രധാനമായും അമിത്ഷായാണെന്നും അതുകൊണ്ട് സഖ്യകക്ഷികൾക്ക് അമിത്ഷായിൽ വലിയ വിശ്വാസമില്ലെന്നും നാളെ ഒരു ഘട്ടത്തിൽ TDPയെയും JDUവിനെയും പിളർത്തിയാലും അത് അത്ഭുതപ്പെടാനില്ല എന്നും ഒക്കെ ഉള്ളൊരു ആശങ്കകൾ സഖ്യകക്ഷികൾക്കുള്ളതുകൊണ്ട് ആഭ്യന്തരത്തിൽ നിന്ന് മാറി അമിത്ഷായെ പിന്നെ ഫിനാൻസോ അങ്ങനെ വല്ല പോർട്ട്ഫോളിയോ ഏൽപ്പിക്കണം എന്നൊരു നിർദ്ദേശം വരുമെന്നും ഒരു സമ്മർദ്ദം വരുമെന്നും ഒക്കെയുള്ള ഈ അടുക്കള കഥകളുണ്ടായിരുന്നു. പകരം ശിവരാജ് സിംഗ് ചൗഹാനെ പോലെ വളരെ സോബറായ ഒരു മനുഷ്യനെ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നതേയില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് പറയുന്നത് BJPയിൽ അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ അമിത്ഷാ തന്നെയാണ്. അമിത്ഷായുടെ ഒരു വലിയ കോൺട്രിബ്യൂഷനുണ്ട്. ഗുജറാത്തിലാണെങ്കിലും പിന്നീട് ആദ്യമായി 2014 നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിക്കുന്നതിനകത്തും അമിത്ഷാ വലിച്ചൊരു വലിയ പങ്കുണ്ട്. ഒറ്റ സംസ്ഥാനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് 72 സീറ്റും സംഘടിപ്പിച്ചു
അവലംബിച്ചുകൊണ്ട് വന്നിട്ടാണ് അമിത്ഷാ 2014 പിന്നെ നരേന്ദ്രമോദി അധികാരത്തിലെത്തിക്കുന്നത്. ആദ്യം നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയാവോ? പ്രധാനമന്ത്രി ഗുജറാത്തിൽ നിന്നാണ്. ആ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അമിത്ഷായെ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊന്നും തന്നെ ഒരു മാറ്റവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒപ്പം തന്നെ മനോഹർലാൽ ഖട്ടറുണ്ട്, CR പാട്ടീലുണ്ട്, ബണ്ടി സഞ്ജയ് കുമാറുണ്ട്, രവനീത് സിംഗ് ബിട്ടു ഉണ്ട്. ഇവരെല്ലാവരും ഉത്തർപ്രദേശിൽ നിന്നും മറ്റു ഇടങ്ങളിൽ നിന്നുമായി എത്തുന്ന BJP യുടെ മുതിർന്ന മുഖങ്ങളാണ്. ഹരിയാനയിൽ നിന്ന് മനോഹർലാൽ ഖട്ടർ എത്തുന്നു. അപ്പോൾ